നിങ്ങൾ ഒരു യൂട്യൂബർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു 5 സെറ്റിങ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അറിയാത്തവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു 5 സെറ്റിങ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതേപടി നിങ്ങളുടെ ചാനലിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 100% നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്ത് മുന്നോട്ട് വരിക തന്നെ ചെയ്യും. അപ്പോൾ എന്താണ് ആ 5 സെറ്റിങ്സ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് മുന്നേ തന്നെ നമ്മൾ ഏത് കാറ്റഗറിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്ന് നമ്മൾ മുൻകൂട്ടി കാണണം. അങ്ങനെ കണ്ടിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായി ബന്ധപ്പെട്ട് നമ്മളുടെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ് നമ്മൾ ആദ്യം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ കീവേഡായിട്ട് ഉപയോഗിക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എല്ലാവരും മസ്റ്റായിട്ടും ചെയ്യുക. അതേപോലെ തന്നെ രണ്ടാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ചാനലിൽ കൊടുക്കുന്ന കീവേഡ് നമ്മൾ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. മാക്സിമം നല്ല സെർച്ചബിൾ ആയിട്ടുള്ള കീവേഡ് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക. അത് നമ്മളുടെ ചാനലിൻ്റെ കീവേഡായിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ അത് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലും ഉപയോഗിക്കുക. ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ല കേട്ടോ. അതേപോലെ തന്നെ മൂന്നാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഈ കൊടുക്കുന്ന കീവേഡ് തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോസിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഈ കീവേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ആയിരിക്കണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഏത് കീവേഡാണ് നമ്മളുടെ ചാനലിൻ്റെ കീവേഡായിട്ട് കൊടുത്തത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീവേഡുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസുകൾ മാത്രം നമ്മൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ചാനലിനെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന വലിയ ഒരു ഘടകമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കീവേഡുകൾ നമ്മളുടെ ചാനലിൻ്റെ ഹാഷ്ടാഗായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഇപ്പോൾ ഒരു 10-15 കീവേഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാക്സിമം നമ്മളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഹാഷ്ടാഗായിട്ട് കൊടുക്കുക. ഇത് കാരണത്താൽ നമ്മളുടെ ചാനൽ സെർച്ചിലേക്ക് ഉയർന്നു വരികയും അതേപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയതുകൊണ്ട് നമ്മളുടെ ചാനൽ ഉയരുന്നതിനോടൊപ്പം നമ്മളുടെ വീഡിയോസിൽ വ്യൂസും അതേപോലെ തന്നെ സബും കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് നമ്മളുടെ അഞ്ചാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത്, നമ്മൾ നമ്മളുടെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ യൂട്യൂബേഴ്സിൻ്റെ, അതായത് ഒരുപാട് മില്യൺസ് വ്യൂസൊക്കെ വരുന്ന യൂട്യൂബേഴ്സിൻ്റെ ചാനൽ നെയിം നമ്മൾ നമ്മളുടെ ചാനലിൽ കീവേഡായിട്ട് ഉപയോഗിക്കുക. അതേപോലെ ഒരു യൂട്യൂബേഴ്സിൻ്റെ ഒരു 4-5 യൂട്യൂബേഴ്സിൻ്റെ നല്ല അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന യൂട്യൂബേഴ്സിൻ്റെ ചാനൽ നെയിം നമ്മളുടെ കീവേഡായിട്ട് ഉപയോഗിക്കുകയും അത് നമ്മളുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ ഹാഷ്ടാഗായിട്ടും ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോസിൽ ഈ പറയുന്ന രീതിയിൽ ഈ ഹാഷ്ടാഗുകൾ, ഈ ചാനലിൻ്റെ ഹാഷ്ടാഗുകൾ കൂടി കൊടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ, അവരുടെ ചാനലിൻ്റെ അടിയിൽ അല്ലെങ്കിൽ അവരുടെ വീഡിയോസിൻ്റെ അടിയിൽ നമ്മളുടെ വീഡിയോസ് സജസ്റ്റഡ് ആയിട്ട് കാണിക്കുകയും ആരെങ്കിലും അവരുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീഡിയോയ്ക്ക് അടിയിലായിട്ട് നമ്മളുടെ ചാനൽ അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോസ് അവർക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുകയും ചെയ്യും. അപ്പം ഇന്നത്തെ ഈ കാര്യം എല്ലാവരും യൂട്യൂബിൽ പുതുതായിട്ടുള്ളവരാണെങ്കിലും ശരി, ഇനി പഴയ ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ശരി, ഈ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഈ സംഗതി ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് റിസൾട്ട് തന്നെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോ കാണുന്നതുവരെ ജയ് ഹിന്ദ്.